ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മിസ് പാർക്ക് കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയം ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന്റെ അന്ന് രാവിലെ അവളുടെ ഹീല് പൊട്ടിപ്പോകും. അത് ശരിയാക്കാൻ പറ്റുമെന്ന് റെസ്റ്റ് റൂമിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന അങ്ങോട്ടേക്ക് വരും. രണ്ടുപേരുടെയും ഷൂസ് ഒരുപോലത്തെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ചേരുവോന്ന് നോക്കാൻ പറഞ്ഞ് ഇന അവളുടെ കാലിൽ നിന്ന് ഷൂ ഊരി കൊടുക്കും. അത് വാങ്ങിയാണ് മിസ് പാർക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞാണ് ഇനയുടേത് ബ്രാൻഡഡ് ഷൂ ആയിരുന്നു എന്ന് മിസ് പാർക്കിന് മനസ്സിലാവുന്നത്. അവൾ യൂസ് ചെയ്തിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഷൂ ആണ്. അവളുടെ പൊട്ടിയ ഷൂ വാങ്ങിയാണ് ഇന പോയത്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇന തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ, ഉണ്ടെങ്കിൽ അന്നേരം എന്ത് തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ അവള് ആലോചിക്കും. മിസ് പാർക്കിന് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. ഇനയ്ക്ക് ഷൂ തിരിച്ചു കൊണ്ടു കൊടുക്കാനായിട്ട് പിറ്റേ ദിവസം അവളെ അന്വേഷിച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ ഇനയ്ക്ക് ട്രാൻസ്ഫർ ആയി US പോയി എന്ന് അവൾ അറിയും. അതിനുശേഷം അവൾ ആ ഷൂ ഇട്ടേക്കുന്നത് ഒരിക്കലും ജയോള് ശ്രദ്ധിക്കുകയും നല്ല ഷൂ ആണെന്ന് പറയുകയും ചെയ്യും. അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥമാക്കിയതെന്ന് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ജയോളിനെ സ്നേഹിക്കത്തില്ലായിരുന്നു എന്ന് വോയിസ് ഓവറിൽ മിസ് പാർക്ക് പറയുന്നുണ്ട്. ജയോളിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണോ അതോ ഇനയോടുള്ള അസൂയ കൊണ്ടാണോ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട് മിസ് പാർക്ക്. ജയോൾ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയേക്കുമായിരുന്നു. അവിടുന്ന് ഇറങ്ങുന്നതന്നെയാണ് ഒരുപാട് മിസ് കോൾസും മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടെന്ന് അവൻ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് അവൻ കാര്യം അറിയുന്നത്. ഹീജും നോക്കുമ്പോൾ ഇന കൂളായിട്ട് വന്നിരുന്ന് ജോലി ചെയ്യുകയാണ്. അതേസമയം ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നൊക്കെ കോൾസും മെസ്സേജസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊക്കെ അറിയണം. ഹീജുനും കുറെ മെസ്സേജസ് ഒക്കെ വരും. അവൻ അതൊക്കെ ഇഗ്നോർ ചെയ്യും. ഒരു റിപ്പോർട്ട് കൊടുക്കാനുണ്ടെന്ന വ്യാജേന ഒരു സ്റ്റിക്കി നോട്ടിൽ ഓക്കെ ആണോ എന്ന് എഴുതി അവൻ അവളുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഇനയ്ക്കൊരു കോള് വരും. ഞാൻ ഓക്കെയാണ്, പക്ഷേ ഹാരപ്സിന് അല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും. നിങ്ങളെല്ലാവരും ഈ ഒരു വിഷയത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വീർപ്പുമുട്ടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് അയച്ച് കഷ്ടപ്പെടണ്ട. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോവുകയാണ്. ഫ്രീ ആയിട്ട് സംസാരിച്ചു. തിരിച്ചു വരുമ്പോഴത്തേക്കിനും ജോലി ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന അവിടുന്ന് പോകുന്നത്. സാങ്യോളാണ് എക്സിക്യൂട്ടീവ്സിന്റെ എല്ലാം മീറ്റിംഗ് വിളിക്കുന്നത്. ഇന അവിടേക്ക് വരുമ്പോഴത്തേക്കിനും ക്ലിയർ അല്ലാത്ത ഒരു ഫോട്ടോയും വേഗമായിട്ടുള്ള ഒരു മെയിലും വന്നെന്നും പറഞ്ഞ് നമ്മൾ ഇനെ ഇങ്ങനെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ എന്ന് HR ഹെഡ് ചോദിക്കും. ഇന ഓഡിറ്റ് ടീമിന്റെ ഹെഡാണ്, അതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്ന് സാങ്യോൾ പറയും. എന്താണ് ഈ ഫോട്ടോ എന്നൊന്ന് വിശദീകരിക്കാൻ പറയുമ്പോൾ ഇത് ഞാൻ US എന്ന് തിരിച്ച് കൊറിയയിലേക്ക് വന്ന ദിവസം സംഭവിച്ചതാണ്. എനിക്ക് പരിചയമുള്ള ഒരാളിനെ കണ്ടു, ഞാൻ ഗ്രീറ്റ് ചെയ്തു, അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. US എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറയും. US ഗ്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇവിടെയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടോ എന്ന് ഒരു എക്സിക്യൂട്ടീവ് ചോദിക്കും. നമ്മൾ പഴയ ആളുകളെ പോലെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് HR ഹെഡ് അവളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഫോട്ടോയിൽ കാണുന്ന ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാങ്യോൾ പറയുമ്പോൾ ഇന മിണ്ടാതിരിക്കും. കൃത്യസമയത്ത് ജയോൾ അങ്ങോട്ടേക്ക് വരും. സാങ്യോൾ അവനെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നീ ഇരിക്കുന്ന എന്റെ കസേരയിലാണെന്ന് ജയോൾ അവനെ ഓർമ്മിപ്പിക്കും. അങ്ങനെ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് സാങ്യോളിന് സീറ്റ് മാറി കൊടുക്കേണ്ടി വരും. ഇവിടെ ഇനയുടെ ഡിസിപ്ലിനറി ഹിയറിംഗ് ആണ് നടക്കുന്നത്. ഒരു സ്പാം മെയിൽ വന്നെന്ന് കരുതി ഒരു ഓൾ ടീമിന്റെ ഹെഡിനെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യം എന്തായിരുന്നു? നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലെന്ന് ജയോൾ ചോദിക്കുമ്പോൾ ഇത് ആരെങ്കിലും കുറിച്ച് വന്ന പരാതിയല്ല, ഓഡിറ്റ് ടീം ഹെഡായ ഇനയെ കുറിച്ച് വന്ന പരാതിയാണ്. അത് അന്വേഷിക്കേണ്ട ബാധ്യത കമ്പനിക്കുണ്ടെന്ന് സാങ്യോൾ പറയും. ക്ലിയർ അല്ലാത്ത ഒരു ഫോട്ടോയും വേഗമായിട്ടുള്ള ഒരു മെയിലും അതിന് ഇത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ജയോൾ ചോദിക്കുന്നുണ്ടേ ഇനയുടെ കാര്യത്തിൽ ഇത്രയും കൺസേൺ കാണിക്കുന്നത് എന്തിനാണെന്ന് സാങ്യോൾ തിരിച്ചു ചോദിക്കും. റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് HR ഹെഡിന്റെ അടുത്ത് എന്നെ വന്ന് കാണാൻ പറയാൻ മിസ് പാർക്കിന്റെ അടുത്ത് ജയോൾ പറയും. എത്ര കൃത്യമായ ടൈമിംഗ് ആയിരുന്നു! ഇത്രയും ദിവസം ഓഫീസിലേക്ക് വരാൻ റെഫ്യൂസ് ചെയ്ത ആള് എനിക്ക് പ്രശ്നമാണെന്ന് കേട്ടപ്പോൾ തന്നെ ഓഫീസിലേക്ക് വന്നല്ലോ എന്ന് മിസ് പാർക്ക് അന്നേരം അവൻ്റെ അടുത്ത് പറയും. ആ ഒരു മെയിൽ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസിനും കിട്ടിയിട്ടുണ്ടെന്ന് HR ഹെഡ് ജയോളിന്റെ അടുത്ത് പറയും. ഒന്നുകിൽ കമ്പനി എംപ്ലോയീസിന്റെ മെയിൽ ലീക്കായി, അതല്ലാന്നുണ്ടെങ്കിൽ കമ്പനിക്കുള്ളിൽ നിന്ന് ആരോ ആണ് ഇത് ചെയ്തത്. ഇത് ഓഡിറ്റ് ടീമിന് മാത്രം അയച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇത് മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്തതുപോലെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന് ലീഗലി പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് കേസ് എടുക്കാൻ പറ്റുന്ന വകുപ്പൊക്കെ ഇല്ലേ എന്ന് ജയോൾ ചോദിക്കുമ്പോൾ ഈ വാർത്ത ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇത് ലീക്ക് ചെയ്ത ആൾക്കെതിരെ കേസെടുക്കാൻ പറ്റുമെന്ന് HR ഹെഡ് സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് ചെയ്തത്, ഏത് സിസ്റ്റത്തിൽ നിന്നാണ് ഇത് മെയിൽ പോയേക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ IP അഡ്രസ്സ് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും. അവർ IT ടീമിനെ കോണ്ടാക്ട് ചെയ്യും. എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നും ജയോൾ അവരുടെ അടുത്ത് പറയും. അന്ന് ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ സാങ്യോൾ അവളെ വെയിറ്റ് ചെയ്ത് നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഡിന്നർ വാങ്ങി കൊടുക്കും. ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ആരെയും വാമായിട്ട് ഗ്രീറ്റ് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. ഇയാൾ എത്ര ഈസി ആയിട്ട് മനോഹരമായിട്ടാണ് ചിരിക്കുന്നത്, പക്ഷേ ആ ഫോട്ടോയിൽ ഇയാൾ നല്ല സ്റ്റിഫായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്നൊന്ന് പറയാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിന്റെ ഇടയ്ക്ക് എടുത്ത് ഒരു ഫോട്ടോയെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യരുതെന്ന് ഇന മറുപടി പറയും.
കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. കാരണം എനിക്ക് അതിനുള്ള പവർ ഉണ്ട്. എൻ്റെ പൊസിഷൻ അങ്ങനെയാണെന്ന് സാങ്കുൾ അവളെ ഓർമ്മിപ്പിക്കും. ഞാൻ കുറച്ച് നാളായിട്ട് ഇയാളെ വാച്ച് ചെയ്യുകയാണ്. എന്തായാലും ഇയാൾ എൻ്റെ സൈഡിലല്ല. നോക്കിയിട്ട് പക്ഷേ ജയോളിന്റെ സൈഡല്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യണമെന്ന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകത്തില്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ ഇത് ഭീഷണിയാണോ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. ഭീഷണിയായിട്ട് തോന്നിയോ? ഞാനൊരു സജഷൻ പറഞ്ഞതാണ്. ഇയാൾ നല്ല ടാലന്റഡ് ആണ്, ഇങ്ങനെ ഒരു മൂത്ത ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവൻ പറയുമ്പോൾ, ഞാൻ ഇയാളെക്കാട്ടിലും മൂത്തതാണെന്ന് അറിയാമെങ്കിൽ ഈ ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഇയാളുടെ സജഷൻ സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഡിന്നറിന്റെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇന അവിടുന്ന് എഴുന്നേറ്റ് പോകും. അവളെ ഒരു രീതിക്കും സ്വാധീനിക്കാൻ പറ്റത്തില്ല എന്ന് അവന് മനസ്സിലാവും. സാങ്കുളുടെ ദേഷ്യവും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സാങ്കുളിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഫയൽസും സിസ്റ്റവും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലും. ഇന ബ്രേക്ക് എടുത്ത് പോകുമ്പോഴത്തേക്കും കിജുൺ കൂടെ ചെന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കും. ഇത് ഓഫീസ് പൊളിറ്റിക്സ് ആണ്, സാങ്കുളിന് എന്നെ ഇഷ്ടമല്ല, സാങ്കുളിന്റെ കൂടെ നിന്നില്ലെങ്കിൽ എന്നെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാഭാവികമായും ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, അതിന്റെ ബാക്കിയാണിതെന്ന് അവള് കീജുന്റെ അടുത്ത് പറയും. ഇത് ഓഫീസ് പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോജിക്കും ഫാക്ട്സും ഒന്നും വർക്ക് ആകത്തില്ലെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെ പിടിച്ചു നിൽക്കണം എന്ന് അവൻ പറയും. പറ്റാതെ വരുമ്പോഴെന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തും. അവൻ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലായ സ്ഥിതിക്ക് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ മാറ്റുകയാണ് വേണ്ടതെന്ന് അവൾ അവനോട് പറയും. സാങ്കുളിന്റെ ആള് ഇനിയെ ചോദ്യം ചെയ്യാനായിട്ട് വരും. ഇയാള് വാമായിട്ട് ഗ്രീറ്റ് ചെയ്ത ആരാണെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ, ആരാണെന്ന് വെളിപ്പെടുത്താനായിട്ട് പറയും. ഞാൻ അത് US നിന്ന് തിരിച്ചു വന്ന ദിവസമാണ്. അന്ന് ഒരുപാട് ആളുകളെ ഞാൻ മീറ്റ് ചെയ്തു. ഞാൻ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് പ്രത്യേകമായി ആരാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് അവൾ പറയുന്നുണ്ടേ. ഇത് തമാശയല്ല എന്ന് അയാൾ ദേഷ്യത്തിൽ തിരിച്ചു പറയും. നിങ്ങൾക്ക് എന്നെ പ്രകോപിപ്പിക്കാനാണെങ്കിൽ അതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അവളും മറുപടി കൊടുക്കും. VP ആണെങ്കിൽ പോലും ഈ ചെയ്തത് ശരിയല്ല, പ്രോപ്പറായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ട് വേണം ഇതൊക്കെ അന്വേഷണം തുടങ്ങാൻ, ഇത് അങ്ങനെയൊന്നും അല്ല ചെയ്തത്, ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ കിജുൺ പറയുമ്പോൾ എല്ലാവരും അത് സമ്മതിക്കും. നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതുകൊണ്ട് കാര്യമാണെന്ന് തോന്നുന്നില്ല, ഇത് ഓഫീസ് പൊളിറ്റിക്സ് ആണ്, നമ്മളും കൂടി അതിനിടയിൽ പെടുന്നേ ഉള്ളൂ, അല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നും കാണുമെന്ന് തോന്നുന്നില്ല എന്ന് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അവർക്കെല്ലാം അവര് ഇനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുകയും വേണം, എന്നാൽ അത് എങ്ങനെ വേണം എന്ന് അറിയത്തുമില്ല. അങ്ങനെ ഇൻട്രോഗേഷൻ റൂമിൽ നിന്ന് ഇനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും എല്ലാവരും അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകും. എല്ലാവരും സപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ആർക്കും വേറെ കമ്പനിയിലേക്ക് മാറണം എന്നൊന്നും ഇല്ലെന്നൊക്കെ ഓരോരുത്തരുടെതായിട്ട് അവൾ ചോദിച്ച് മനസ്സിലാക്കും. മിസ് യൂൺ ആണെങ്കിൽ ടീമിലെ ഏറ്റവും യങ്ങസ്റ്റ് ആണ്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ വേറൊരിടത്തേക്ക് പോകണം എന്ന് തോന്നിയിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ എല്ലാ കമ്പനീസും ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, തന്നെയല്ല എനിക്ക് നമ്മുടെ ടീം ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് മാറണമെന്ന് തോന്നിയിട്ടില്ല എന്ന് പറയും. ആദ്യമായിട്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. ആരോടും അധികം സംസാരിക്കാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്നത് എല്ലാവർക്കും സർപ്രൈസ് ആണ്. ഇതൊക്കെ നടക്കുമ്പോൾ കീയൂൺ ഇനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മിസ് യൂണും കാണും. ജയോളിന്റെ പേരിൽ രഹസ്യമായിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട്. അവിടെ ആരെ താമസമൊന്നുമില്ല, പക്ഷെ മറ്റൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഇടയ്ക്കിടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ആരാണെന്ന് അന്വേഷിച്ചു. ഈ ആളാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഫോട്ടോ കൊടുക്കുമ്പോഴത്തേക്കും ഇനയെ ജയോളിന്റെ വൈഫ് തിരിച്ചറിയും. പെട്ടെന്നാണ് അവർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ സംഭവിച്ചൊരു കാര്യം ഓർമ്മ വരുന്നത്. അവിടുത്തെ സ്റ്റഡി റൂമിൽ ഒരു ലിമിറ്റഡ് എഡിഷൻ റിംഗ് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ GA എന്നാണ് എഴുതിയിരുന്നത്. ഇതാരാണ്? നിങ്ങളുടെ ലവറാണോ? നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ? എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഈ റിംഗ് കൊണ്ടുവന്നത്? സൂക്ഷിച്ചു വെച്ചേക്കുവാണോ എന്നൊക്കെ ചോദിച്ചാൽ അന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജയോളിനെ അവള്. അത് ഓർമ്മ വന്നിട്ട് വീണ്ടും സ്റ്റഡി റൂമിൽ പോയി അതെടുത്ത് നോക്കും. അത് ഇനയുടെ ഇനിഷ്യൽസ് ആയിരുന്നു. അന്ന് മുതലേ ഇനയെ അവന് ഇഷ്ടമായിരുന്നു എന്ന് അവൾ തിരിച്ചറിയും. IT ടീമിൽ നിന്ന് ഒരു ഫ്രണ്ട് കീജുണിനെ ഫോൺ ചെയ്തിട്ട് രഹസ്യമായിട്ട് കാണണമെന്ന് പറയും. അവൻ ചെല്ലുന്നുണ്ടേ. എനിക്കത് കണ്ടിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല, ഇത് സത്യമാണോ എന്ന് അടുത്ത് ചോദിക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിക്കും. ഇതിനെപ്പറ്റിയുള്ള മെയില് അയച്ചേക്കുന്നത് ആരാണെന്ന് ഞങ്ങൾ IP അഡ്രസ്സ് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ആരാണെന്ന് അവൻ തിരിച്ചു ചോദിക്കും. അത് നിന്റെ സിസ്റ്റത്തിൽ നിന്നാണ് അയച്ചേക്കുന്നതെന്ന് പറയും. എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, നിന്നെ ഡിമോട്ട് ചെയ്തതിന് മനഃപൂർവ്വം ചെയ്തതാണ്, അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ഇതിനടുത്തെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അവനാകെ ഷോക്ക്ഡായി പോകും. ആലോചിക്കുമ്പോൾ അത് ആരാണെന്ന് കീജുണിന് മനസ്സിലാവും. അതേസമയം തന്നെ ജയോളും വിവരം അറിയും. അവനും ആരാണെന്ന് മനസ്സിലാവും. അന്നേരം മിസ് പാർക്ക് വന്നിട്ട് ഒരു മീറ്റിങ്ങിന് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോകും. അവനൊന്നും ചോദിക്കത്തില്ല. ഇവിടെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അതിനൊന്നും റിപ്ലൈ കൊടുക്കത്തില്ല. അന്നേരം അവൾക്ക് കീജുണിന്റെ കോള് വരും. അവളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അറ്റൻഡ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇപ്പം അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അവൾ പറയും. അതാ
ഇയാൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കോൾ ആണെങ്കിലോ എന്ന് അവൻ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും അവള് കീജുന്റെ കോൾ എടുക്കും. എവിടെയാണ്, എനിക്കിപ്പോൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. നീയാണോ ആ മെയിൽ അയച്ചത്? ഇതിനെപ്പറ്റിയുള്ള മെയിൽ ആദ്യം എനിക്ക് അയച്ചതും നീ തന്നെയാണോ? നീ എന്തിനാ അത് ചെയ്തതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവള് കോള് കട്ട് ചെയ്തിട്ട് ജെയുളിനെ നോക്കും. അവന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അവർക്ക് മനസ്സിലാവും. ഇയാൾ എന്തിനാണ് അത് ചെയ്തതെന്ന് അവൻ മിസ് പാർക്കറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ഫോട്ടോ ഇയാൾ കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇയാള് ഭയങ്കര ഡിവൈനായിട്ട് വിചാരിച്ചു വെച്ചേക്കുന്ന ഇയാളുടെ ഒരു റിലേഷൻ അപ്പുറത്ത് നിൽക്കുന്ന ആള് യാതൊരു വാല്യൂവും കൊടുക്കുന്നില്ല എന്ന് ആ ഫോട്ടോ കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ഫീലിങ്സ് ഇയാളെ ഡിസ്റിഗാർഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആള് ഇയാളോട് കാണിക്കുന്നതെന്ന് തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോടായിരുന്നു, അത് എന്നോട് തീർക്കണമായിരുന്നു, എന്തിനാണ് ഇനെ ഇതിലേക്ക് വലിച്ചിട്ടതെന്ന് അവൻ ചോദിക്കും. ജയോള് അവിടെ വെച്ചിട്ട് അവളെ ജോലി നിന്ന് പിരിച്ചുവിടും. ഇനി തന്നെ വേണം, എന്താണ് ഇത്ര നിർബന്ധം? ഇനയുടെ സ്ഥാനത്ത് ഞാനായാലും എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് എന്റെ ഫീലിങ്സ് കണ്ടില്ലെന്ന് വെക്കുന്നത്? ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, അപ്പോ ഇനയുടെ സ്ഥാനത്ത് ഞാനായി കൂടെയെന്ന് അവള് ചോദിക്കും. നിങ്ങളുടെ ലൈഫിൽ എനിക്ക് ഒട്ടും പ്രാധാന്യം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ വരെ ഇയാളെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് മുതൽ അതുപോലും അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും ഇവളെ ഓടി ചെന്നിട്ട് ഹഗ് ചെയ്യും. ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാനായിട്ട് നിൽക്കത്തില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയായിരുന്നു, പറ്റിപ്പോയി, ക്ഷമിക്കണമെന്നൊക്കെ പറയും. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ അവിടുന്ന് ദേഷ്യത്തിൽ പോകും. സാങ്കുലിനെ നേരിട്ട് വിളിപ്പിക്കും. അവന്റെ ടീം എത്രയൊക്കെ നോക്കിയിട്ടും അവളുടെ വായിൽ നിന്നൊന്നും കിട്ടിയില്ല എന്നുള്ള ദേഷ്യം അവനുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇയാള് ടഫാണ്. തന്നെ പോലെയുള്ള ആളുകളെ ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിച്ചാൽ മതി എന്ന് അവൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും എന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് അവൾ മറുപടി കൊടുക്കും. ഇന്നലെ ടീം 3യുടെ കൂടെ ഡിന്നറിന് പോയി എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവരുടെ പേഴ്സണൽ ഫയൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. മോ ഇപ്പോഴും ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ പോലും കൊടുത്തിട്ടില്ല. ചായക്കെതിരെ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. മിസ് യൂൺ ആണെങ്കിൽ അധികം ആരോടും ഇന്ററാക്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരാളും ഇയാളുടെ ടീമിലുണ്ട്. അപ്പോൾ ടീം 3യെ ഞാൻ ഹാൻഡിൽ ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അവൻ അർത്ഥം വെച്ചിട്ട് ഇനിയടുത്ത് പറയും. ഹിജുൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മിസ് പാർക്കിനെയാണ് കാണുന്നത്. നീ എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരു സ്വഭാവമാണ്. പക്ഷെ അന്ന് എന്നെ അന്വേഷിച്ച് വന്നപ്പോൾ ഇയാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് സമ്മതിച്ചത്. ഇയാളുടെ ഈഗോ കാരണം മറ്റുള്ളവർ ഇയാളുടെ വീക്ക്നെസ്സും മനസ്സിലാക്കരുതെന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് എന്നോട് പറയാൻ പറ്റാത്ത എന്തോ ഉണ്ടെന്ന് ഞാൻ ഊഹിച്ചിട്ടാണ് അത് ചെയ്തത്. പക്ഷേ ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, ഓൾറെഡി ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കെങ്ങും പോകാനില്ലായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്, എനിക്ക് കുറച്ച് പ്ലാനും ഉണ്ടായിരുന്നെന്ന് അവൾ സമ്മതിക്കും. ഇത് ജയോളിനും നല്ലതല്ല, നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നിനക്കറിയാം. നിനക്ക് ജയോളിനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് നിനക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റിയതെന്ന് കിജോൺ ചോദിക്കുമ്പോൾ നീ ഒരാളെ സ്നേഹിക്കുന്നതും ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതും ഒരുപോലെ ആണോ എന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് ഇതിലും മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവൾ ദേഷ്യത്തിൽ തിരിച്ചു പറയും. അവൻ എന്ത് പറയണമെന്ന് അറിയാതെ ഷോക്ക്ഡായിട്ട് നിൽക്കുമ്പോൾ ഇതുവരെ ചെയ്ത് തന്ന സഹായങ്ങൾക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. അന്നേരം അവന് ഇനയുടെ കോള് വരും. കിജോൺ ചെല്ലുമ്പോൾ കാണുന്നത് കുറിച്ച് ബോധമില്ലാതിരിക്കുന്ന ഇനയാണ്. പോകുന്ന വഴിക്ക് മോന് കുട്ടികളെ കോളേജിൽ വിടണം, ചായക്ക് വീട് പണിയണം, അവരൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ഇവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സാങ്ങുള്ള ടീമിന്റെ കാര്യം പറഞ്ഞ് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് കിജൂണിന് മനസ്സിലായി. ഇനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് കിജൂൺ ജയോളിനെ വിളിക്കും. അവനെ കാണുമ്പോൾ തന്നെ ഇന ഓക്കെ ആണോ എന്നാണ് ജയോള് ചോദിക്കുന്നത്. അത്രയ്ക്ക് കൺസേൺ ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ആലോചിക്കണം. IP അഡ്രസ്സ് എന്റെ സിസ്റ്റത്തിലെ ആണെന്ന് കണ്ടുപിടിച്ചല്ലോ, അപ്പോൾ നമുക്കത് ഞാനാണെന്ന് പറയാമെന്ന് കിജൂൺ പറയുമ്പോൾ അത് പറ്റത്തില്ല, ഇയാള് അല്ല അത് ചെയ്തതെന്ന് എനിക്കറിയാം, ഇയാൾക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ വരും നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലെന്ന് ജയോള് മറുപടി കൊടുക്കും. പിന്നെ എന്ത് ചെയ്യാൻ പോവാണ്, അത് മിസ് പാർക്കാണ് ചെയ്തതെന്ന് നമ്മൾ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ മിസ് പാർക്കിന് ഇയാളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ടായിരുന്നു, VPയും ഇനയും തമ്മിൽ നേരത്തെ റിലേഷനിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെ തന്നെ പറയുന്നതല്ലേ സേഫ്, എനിക്കതാണ് താല്പര്യം എന്ന് കിജൂൺ പറയുമ്പോൾ ആ ചെയ്യുന്നത് തെറ്റാണ്, ഇയാൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജയോള് പോകാനായിട്ട് തുടങ്ങും. ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ അതുപോലെ പുറത്തു വരികയാണെങ്കിൽ എനിക്ക് എത്രമാത്രം ഹ്യൂമിലിയേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം. എനിക്ക് ജോലി പോകുന്നതോ എന്നെ ചോദ്യം ചെയ്യുന്നതോ ഒന്നും എനിക്കൊരു വിഷയമല്ല. എനിക്കിനെ അത്രമാത്രം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതിന് സമ്മതിക്കണമെന്ന് കിജൂൺ ജയോളിന്റെ അടുത്ത് പറയും. HR ഹെഡ് ഇനെ വിളിച്ചിട്ട് 4 മണിക്കാണ് മീറ്റിംഗ്, അന്നേരം വന്നാൽ മതി, അതിനു മുമ്പ്
ടെസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. കീജൂൺ ആണ്, മെയിൽ അയച്ചത് കീജൂൺ ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റീസൺ എന്നും എക്സിക്യൂട്ടീവ്സിന്റെ മുമ്പിൽ തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അന്നേരം തന്നെ അവനെ വിളിച്ചു നോക്കും. പക്ഷേ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതേ സമയത്ത് തന്നെ എപ്പോഴാണ് മീറ്റിംഗ് എന്ന് ജയോള് HR ഹെഡിനെ വിളിച്ച് ചോദിച്ചു. കീജൂൺ ടെസ്റ്റിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ നേരത്തെ ഇതൊന്നും അറിയിച്ചില്ലല്ലോ എന്നാണ് സാങ്യോണിന് ദേഷ്യം. അതേ സമയത്ത് തന്നെ ഇന അങ്ങോട്ടേക്ക് വരും. ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കാമെന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഞാനായിരുന്നു എന്ന് ജയോള് പറയും. അത് എല്ലാവർക്കും ഒരു ഷോക്കാണ്. ആ ഫോട്ടോയിൽ കാണുന്നത് ഞാൻ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഡേറ്റ് ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനോ റിലേഷൻഷിപ്പോ ഉണ്ടായിരുന്നില്ല. ഇന ആ സമയത്ത് US-ലായിരുന്നു. ഇന തിരിച്ചു വന്ന ദിവസം പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ മാത്രമാണ് ഇവിടെ തെറ്റുകാരൻ. ഇന ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വിക്ടിം ആണെന്നാണ് അവൻ പറയുന്നത്. ഇന മിസ് പാർക്കിനെ കാണാനായിട്ട് ചെല്ലും. അവളെ സാധനങ്ങളൊക്കെ എടുത്ത് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇന അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ പേടിച്ച് മുഖം തിരിക്കും. ഒരു സ്ലാപ്പ് ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് ഇയാൾ ചെയ്തതെന്ന് അപ്പം അറിയാം, തെറ്റാണെന്നും അറിയാം. പിന്നെ എന്തിനാണ് അത് ചെയ്യാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എൻ്റെ കണ്ണിലെ ഒരു കരടായിരുന്നു എന്നാണ് അവൾ മറുപടി പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്തായി, ഇയാൾക്ക് സന്തോഷമായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല എന്ന് മിസ് പാർക്ക് വീണ്ടും പറയും. ഇയാൾ ശരിക്കും കണ്ണു തുറന്നൊന്ന് നോക്കൂ. ഇയാൾ ഈ ചെയ്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ആർക്കാണെന്ന് അപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഇനി പോകും. അച്ഛൻ ജയോളിനെ വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഈ ന്യൂസ് പുറത്ത് വന്നാൽ എന്താവുമെന്ന് അറിയാമോ? നിന്റെ വൈഫിന്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയോളുടെ വൈഫ് അങ്ങോട്ടേക്ക് വരും. അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടാണ് ജയോൾ അങ്ങനെ ചെയ്തത്. വിവാഹത്തിന് മുമ്പ് ഈ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ജയോള് കാരണമാണ് പ്രശ്നം വന്നത്. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയാനായിട്ട് ഞാനാണ് ജയോളിനെ നിർബന്ധിച്ചതെന്ന് വൈഫ് പറയുന്നത് കേട്ട് ജയോൾ അന്തം വിട്ട് അവളെ നോക്കും. ജയോളുടെ അച്ഛൻ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്കറിയാം. എൻ്റെ അച്ഛന് ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അതാകുമ്പോൾ മറ്റേ കമ്പനിയുടെ ഇൻഫ്ലുവൻസ് കുറയും. പക്ഷെ അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഹേമ കോർപ്പറേഷന്റെ അടുത്ത പ്രസിഡന്റ് ജയോൾ ആണെന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണമെന്ന് അവന്റെ വൈഫ് പറയും. അത് അച്ഛന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ജയോളുടെ വൈഫിന്റെ ഫാമിലി അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആണ്. അവിടുന്ന് പോരുമ്പോഴത്തേക്കിനും നീ എന്തിനാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നിന്നോട് സംസാരിച്ചതല്ലേ എന്ന് ജയോൾ അവരുടെ അടുത്ത് ചോദിക്കും. എന്ത് കാര്യം? ഡിവോഴ്സ് വേണമെന്നുള്ളതോ? ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കിപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധം പിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ രക്ഷിച്ചത് നിങ്ങളെ മാത്രമല്ല, ഇനെ കൂടിയാണ്. പിന്നെ ഞാൻ ഇയാളെ വേറെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഇനി ഉദ്ദേശിക്കുന്നില്ല എന്ന് കൂടെ പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ശരിക്കും ഒരു ട്രാപ്പിലകപ്പെട്ടു, രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് ജയോള് മനസ്സിലാക്കും. ജയോളുടെ വൈഫിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സക്സസിനെ അനൗൺസ് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കിയിട്ട് സാങ്യോള് അച്ഛനെ വിളിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഈ ഒരു സ്കാനിലൊക്കെ വന്നതിന് ശേഷം ആളുകളുടെ സപ്പോർട്ടൊന്നും ജയോളിനില്ല. നമ്മൾ അവർ പറയുന്ന കൂട്ടൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അവൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ കോള് കട്ട് ചെയ്യും. അവൻ ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഓഡിറ്റീവ് 1-ലെ ഓഡിറ്റർ അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും. ഈ ഒരു ഇൻസിഡന്റ് അന്വേഷിക്കുന്ന ഭാഗമായിട്ട് മിസ് ഡുവിന്റെ കമ്പ്യൂട്ടറും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഹേമു ഫാർമസ്യൂട്ടിക്കൽസിന്റെ കുറച്ച് ഫയൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. എന്താണ് അതിലുണ്ടായിരുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ജയോളായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അവർ നേരത്തെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി കൂട്ടി വായിച്ചപ്പോൾ എന്തോ പ്രശ്നം കാണുമെന്ന് എനിക്ക് തോന്നിയെന്ന് അവൻ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും സാങ്യോളിന് സന്തോഷമാവും. ജയോളുടെ കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും ഇവരുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അവൻ ആലോചിക്കും. പുതിയ അപ്പാർട്ട്മെന്റ് കണ്ട് അതിന് ഡെപ്പോസിറ്റ് കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ബാങ്കില് ആവശ്യത്തിന് ബാലൻസ് ഇല്ലാന്ന് മിസ് പാർക്കിന് മനസ്സിലാവും. അതും പലിശക്കാരെങ്ങനെയോ എടുത്തതാണ്. അവളുടെ അനിയൻ വീണ്ടും ഏതാണ്ട് പ്രശ്നത്തിൽ ചെന്ന് പെട്ടു എന്ന് അവൾക്ക് മനസ്സിലാവും. അതേ സമയത്ത് അവൾക്ക് സാങ്യോളിന്റെ കോൾ വരും. ഇയാളെ ഫയർ ചെയ്തപ്പോൾ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻ നേരത്തെ അറിയാമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇയാൾ ഇപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ല ഞാൻ കമ്പനിയിൽ നിന്ന് പോകുന്നതെന്ന് അവൾ പറയും. ശരിക്കും ഇയാൾക്ക് അറിയാഞ്ഞിട്ടാണോ അവർ തമ്മിലുള്ള റിലേഷൻ കമ്പനിയെയും നെഗറ്റീവ് രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നു? എനിക്ക് ഇയാളുടെ ഹെൽപ്പ് വേണമെന്ന് സാങ്യോള് മിസ് പാർക്കിന്റെ അടുത്ത് ആവശ്യപ്പെടും. അങ്ങനെ ജനറൽ ബോഡി കൂടുന്ന ദിവസവും എല്ലാ ഷെയർ ഹോൾഡേഴ്സും വന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അച്ഛൻ സക്സസർ ആയിട്ട് ജയോളിനെ അനൗൺസ് ചെയ്യും. വോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ സാങ്യോള് ഒബ്ജക്റ്റ് ചെയ്യും. ജയോള് ആ ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് അർഹനല്ല. ഹേമു ഫാർമസ്യൂട്ടിക്കൽസിന്റെ ചാർജ് ഉണ്ടായിരുന്നപ്പോൾ ഇല്ലീഗലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയും അന്നത്തെ ഗേൾഫ്രണ്ട് ആയിരുന്ന ഇന അത് കവറപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഇതിനൊക്കെ തെളിവ് വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ജയോളിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വിറ്റ്നസിനെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് പറയും.
ആരാണ് അതെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മിസ് പാർക്ക് അങ്ങോട്ടേക്ക് വരും.